പിന്നെ ഇവിടെ എനിക്കൊരു സ്ഥലം വിട്ടുണ്ട് ഷായിട്ട്. ഇതെന്താണെങ്കിൽ നമ്മുടെ അല്ല എക്സിബിഷന് ഭയങ്കര വെയിലായിരിക്കും അവിടെ. മൂളി മൂളി ഇരുന്ന ഇഷ്ടായി. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ വായോട്ടാ. നമ്മുടെ നോക്കിയേ ഈ മെയ് മാസത്തിലും നമ്മുടെ അവിടെ ക്യാബേജ് നിൽക്കുന്നുണ്ട് കണ്ട. അപ്പോൾ ക്യാബേജ് പുതിയത് ഉണ്ടാവില്ല എന്നുള്ള, പക്ഷെ ഉള്ളവരെ നമ്മളിങ്ങനെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനൊക്കെ നമുക്ക് ഇടയ്ക്കൊരു കറിക്കൊക്കെ ഫ്രഷ് ആയിട്ട് പൊട്ടിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ക്യാബേജ് എല്ലായിട്ടും പൊട്ടിച്ചെടുക്കണേ. ഇതേപോലെ തന്നെ നമ്മൾ അവിടെ ബാക്കിൽ നട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ക്യാബേജ് ഉണ്ട്, ചെറുതാണ് എങ്കിലും നമുക്ക് ആവശ്യത്തിന് അത് മതി. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മൾ ക്യാബേജൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാതെ തന്നെ നമ്മുടെ ആവശ്യത്തിന് ഇപ്പം അല്ലെങ്കിൽ അറിയാം നമുക്ക് ജനുവരി അവിടെ കൂടിയിട്ട് ശരിക്കും ക്യാബേജിൻ്റെ വിളവെടുപ്പ് കഴിയും. നമ്മുടെ കാലാവസ്ഥയുടെ മാറ്റത്തിനാണ് ഇപ്പോൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെ ആയത്. ഇപ്പോൾ നമുക്ക് മെയ്യിലും എന്താ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ക്യാബേജൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ഇലകൾ മുകളിലത്തെ അതിലുകൾ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ നമ്മൾ പൊട്ടിച്ച് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, ഇങ്ങനെ തന്നെ വെക്കുകയാണ്. അപ്പോൾ ബാക്കിൽ നിന്നുള്ള ആ കുഞ്ഞീതാണ്, പക്ഷെ അത് പൊട്ടിക്കാം നമുക്ക്. ഇതാണ് നമ്മളിപ്പോൾ പൊട്ടിച്ചെടുക്കണം നമ്മുടെ ക്യാബേജ്. ഇങ്ങനെ ആയാലും എന്താ നോക്കിക്കോളട്ടെ, ഞാൻ കാട്ടിത്തരാം. മുകളിലത്തെ കുറച്ച് ഇലകളായി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ എന്താ നമുക്ക് ഉപയോഗിക്കാം. കണ്ട അതേപോലെ അപ്പുറത്തും ഉണ്ട്. അതായാലും എന്താ ഇതിപ്പോൾ നമ്മൾ ഇടയ്ക്ക് നനച്ചു കൊടുക്കുള്ളൂട്ടെ. ഇങ്ങനെ നിർത്തുമ്പോഴേ കൂടുതൽ നനയ്ക്കാൻ പാടില്ല. ഇതാ ഒരാളും കൂടി ഉണ്ട്. ഞാനേ മുറൊന്നും എടുത്തില്ല. ഇതിപ്പോൾ നേരത്തെ അരിയാണെങ്കിൽ നമുക്ക് നല്ല വലുപ്പത്തിലും ഒക്കെ ആയിട്ട് ഉപയോഗിക്കായിരുന്നു മാത്രം. പക്ഷേ നമ്മുടെ ആവശ്യത്തിനാകുമ്പോൾ നല്ല ഫ്രഷായിട്ട് ഉപയോഗിക്കാമല്ലോ, കുറച്ച് നാളിങ്ങനെ നിർത്തിയാലും. ഈ 3 ഉണ്ടായ നമ്മുടെ കറിക്ക് ആവശ്യമുള്ളതായി. ഇതേ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ അതിരുകളൊക്കെ കൂടെ വലിച്ചിട്ട് ഇതൊക്കെ നമ്മുടെ കോഴികൾ കഴിക്കും. ഇത് പറിക്കാൻ അവർക്ക് കൊടുക്കട്ടെ. നമ്മുടെ കോഴികളെ എന്തും കഴിക്കണ കാരണം ഒന്നും കളയാൻ തോന്നില്ല. നമ്മുടെ ക്യാബേജ് ശരിക്കും ഈ ഒരു സമയം ആയതുകൊണ്ടായിട്ട് ഇത്രയും ചെറുത്, അല്ലെങ്കിലൊക്കെ നല്ല വലുപ്പമുള്ളത് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇങ്ങനത്തെ കുഞ്ഞ് ക്യാബേജ് ആകുമ്പോഴേ എന്നിട്ട് അറിയും ഗുണം, തണ്ട് പോലും കളയാണ്ടാവില്ല കേട്ടാ. അങ്ങനെ തന്നെ ഫുള്ളെടുത്ത് നമുക്കറിയാം. ഇപ്പം എനിക്ക് ഈ ഒരു ക്യാബേജ് ഞാൻ എടുക്കണില്ല. ഈ 2 തന്നെ അരിഞ്ഞപ്പോൾ ഇത്രയും ഉണ്ട്. പിന്നെ ഞാൻ ഷൈഡിനല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇത്രയും മതി. അപ്പോൾ ഇത് നമ്മുടെ അരിഞ്ഞ് കഴിഞ്ഞു. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ മാറ്റിയെടുക്കും കേട്ടോ. ഈ ക്യാബേജ് നോക്കി നമ്മൾ നന്നായി കഴുകി വെള്ളമൊക്കെ ഇതാ വാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മളിതാ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചെറുതാക്കി നമുക്ക് ഇതിലേക്ക് നോക്കിയിട്ട് കൊടുക്കാം. പഴുത്ത പച്ചമുളകായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഏതരം പച്ചമുളകായാലും കുഴപ്പമില്ല, നല്ല എരുണ്ടാവുക. അത് കാരണം ഞാൻ ഒരു പച്ചമുളക് എടുത്തേ. പിന്നെ ഇതാ ഒരു സവാളയുടെ പകുതി, ചെറിയൊരു സവാളയുടെ പകുതി കാലം കുറച്ച് തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ കറിവേപ്പില. ഉപ്പ് നമ്മൾ ഇടുന്നില്ല കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചീനിച്ചട്ടിക്ക് വെച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇതാത്തിലുള്ള കടുക് കൊടുക്കണം. പിന്നെ ഇതാ 2 പച്ചമുളക് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ ക്യാബേജ് ഒക്കെ ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മൾ മൂടി വെക്കും, ഒന്നും ചെയ്യില്ല കേട്ടോ.
തുറന്ന് വെച്ച് ഇങ്ങനെ ഇളക്കി ഇളക്കി തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കുക. കാരണം നമുക്കറിയാം കാബേജിന് അത്യാവശ്യം വെള്ളം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആ വെള്ളം വച്ച് വരുന്നതോട് കൂടി തന്നെ കാബേജ് പെട്ടെന്ന് തന്നെ വേവുമല്ലോ. പിന്നെ എനിക്കിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ട് കാബേജ് വയ്ക്കുമ്പോൾ ഉപ്പ് ഒപ്പം ഇടാതിരിക്കുക, അങ്ങനെയാകുമ്പോൾ വെള്ളം വരുന്നത് കുറയുന്നത്ര. അപ്പോൾ ഞാനങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ശരിയാണ് കേട്ടോ, അങ്ങനെ തന്നെയാണ്, വെള്ളത്തിന് നന്നായി കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഏറ്റവും അവസാനം വെന്തതിന് ശേഷമാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ കാണിക്കുന്നതിന് പെട്ടെന്ന് എന്താ പറയുക, വീഡിയോ പെട്ടെന്ന് ഓഫായി പോയി. അപ്പോൾ അതും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നോക്കിയാൽ നമ്മുടെ കാബേജിൽ ഒരു തുള്ളി വെള്ളം വന്നിട്ടില്ല കേട്ടോ. ഞാൻ തീ കൂട്ടിയാണ് വെച്ചിട്ടുള്ളത്. എന്താ കാബേജ് അധികം കുറഞ്ഞിട്ടുമില്ല, വെള്ളം വന്നിട്ടില്ല. നമ്മുടെ കാബേജിൽ അത് എന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ നാളികേരൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നാളികേരം ഒന്നും ഇടണില്ല, ഉപ്പ് ഇട്ട് കൊടുക്കാൻ പോകാനുള്ള ഉപ്പ് ഇതാ കുറച്ച് ഇട്ട് കൊടുക്കട്ടെ, എന്നിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പഴുത്ത മുളക് അരിഞ്ഞിരുന്നതിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ടിട്ട് ഞാൻ നമുക്ക് ഇങ്ങനെ കണ്ട കാബേജൊക്കെ കറി വയ്ക്കുമ്പോഴേ അതിലാ നമ്മളെന്താ പറയുക ചുവന്നപ്പൊടി ഇടാത്ത കാരണം മഞ്ഞ കളറും അതേപോലെ തന്നെ ഈ പഴുത്ത മുളകിൻ്റെ ആ കടുക്കുന്ന അതൊരു ഭംഗി, അതിനും കൂടിയിട്ടാണ് ഞാൻ കൂടുതലും പഴുത്ത മുളക് ഇങ്ങനെ കാബേജൊക്കെ വയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഉദാഹരണം കാബേജ് ഇതാ കണ്ടിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ കഞ്ഞി കുടിക്കണം. അപ്പോൾ ഷായുടെ നേരത്തോടെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്, ഷായിനെ വിളിക്കട്ടെ, കഞ്ഞി കുടിക്കാം. അതിന് വീണ്ടും പറഞ്ഞിരിക്കും തന്നെയാണ് ഇറങ്ങേണ്ടത്. ഞങ്ങള് കഞ്ഞി കുടിക്കായിരുന്നു കേട്ടോ. നമ്മുടെ കാബേജ് ഈ മെയ് മാസത്തിൽ വരെ നമ്മുടെ വീട്ടിലേക്ക് കാബേജ് കിട്ടി. അതായത് മുൻപുണ്ടായി നിൽക്കാതെ നമ്മളത് അവിടെ നിർത്തി, അതായത് ആവശ്യത്തിന് മാത്രമുള്ളത് ഉപയോഗിച്ച് അത് അവിടെ നിർത്തി. ഇടയ്ക്ക് വരുമ്പോൾ അതിൻ്റെ രണ്ടില പൊടിച്ചളയും, ഇതിങ്ങനെ കളയും. ഒന്നാമതൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മളെ കാബേജ് എന്ന് പറയുന്നത് കാബേജ്, കോളിഫ്ലവർ, മഡ്, ബ്രൊക്കോളി, അതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണ കാരണം നമ്മുടെ അവിടെ ഉണ്ടാവുമ്പോൾ മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ. അല്ലാതെ വേറെ പൈസ കൊടുത്തിട്ട് മേടിച്ച് കഴിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കാബേജ് ആയാലും നിൽക്കണത്തോളം നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തി കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഇനിയും നമുക്ക് നമ്മൾ കാട്ടി തന്നില്ലേ, അഞ്ചാറുണ്ട്. പിന്നെ അതല്ല, ഞാനിപ്പോ ഒരു മാസം മുൻപ് വെച്ചിട്ടുള്ളതുണ്ട്, ഒരു 5-8 ഉണ്ട് ചെറുത്തുകളാ. അതന്നെ കുഴപ്പമില്ല. അതായത് ചീരാരുള്ളിൽ നിൽക്കുമ്പോ തണലും ഇതൊക്കെ മഞ്ഞുകാര കൃഷികളാണ്. തണവാണ് അവർക്ക് മെയിനായിട്ട് ആവശ്യം. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ചോദിച്ചു ഉണ്ടാവുമെന്ന് ചോദിച്ചു നമ്മൾ മേടിക്കുന്ന സമയത്ത് തയ്യ. അപ്പോൾ അവർ പറഞ്ഞു ഐസ് വാട്ടർ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മുടെ ആവശ്യത്തിന് ചെറുത് ഇനിയിപ്പോ 2 മാസം കഴിഞ്ഞാലും ഇന്ന് രാവിലെ അല്ലേ ഞാൻ എൻ്റെ കുഞ്ഞു കൈക്കോട്ടൊക്കെ ആയിട്ടായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ വെണ്ടയും അതേപോലെ തന്നെ മയിൽപ്പീലി ചീര, നമ്മുടെ സുന്ദരി ചീര, അതൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. എല്ലാ വട്ടം നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ പച്ചച്ചീരയ്ക്ക് മുളച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്താറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നിർത്തണില്ലേ. കാരണം എന്താണെന്നറിയോ, അവരാണ് വേഗം വളർച്ച കിട്ടുന്നത്. ഇവരൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒതുങ്ങി പോവാണ്. അപ്പോൾ ഈ വട്ടം അതൊക്കെ വലിച്ച് കളയണം. പിന്നെ കുറച്ച് ചുവപ്പ് ചീരകൾ കണ്ട ഇവിടെ തന്നെ മുളച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ നമ്മൾ പറിച്ച് വേറെ നടണം കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇവിടെ നിർത്തും. ബാക്കിയുള്ള കളപ്പുല്ലുകളൊക്കെയാണ് വലിച്ച് കളയണേ. ഇടയ്ക്ക് ഒരു ഇടമഴ കിട്ടണമായിരുന്നേ, ഭയങ്കര വളർച്ച പുല്ലിനൊക്കെ. അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. കൈക്കോട്ടും വേണം, ചെറുതായിട്ടൊന്ന് എനിക്ക് കൊടുത്താൽ മാത്രമേ പുല്ല് സുഖമായിട്ട് ഇവിടെ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. പടർന്ന സൈസ് ഇങ്ങനത്തെ പുല്ല് വരുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വലിച്ച് നീങ്ങുമ്പോഴേക്കും ഇവരൊരു ചെറിയൊരു കടയുണ്ടായാൽ മതി, അപ്പോഴേക്കും ഇവർ പടർന്ന് അങ്ങോട്ട് പിടിക്കും. പിന്നെ കണ്ട നമ്മുടെ ഈ വെണ്ടയമ്മയ്ക്ക് നോക്കിയേ കായായി തുടങ്ങിയിട്ടാ. എന്താ നമ്മൾ ഇങ്ങനെ നട്ടേൻ്റെ ഇടയിലൊന്നേ ഷായേട്ടനെ കൊണ്ട് കൈക്കോട്ട് കൊണ്ട് പറ്റില്ല. അത് എൻ്റെ ഈ കുഞ്ഞു കൈക്കോട്ട് ഞാൻ തന്നെ പറ്റുള്ളേ. അല്ലെങ്കിൽ ബാക്കിയുള്ള പുല്ലൊക്കെ ഷായേട്ടെ വേഗം വേഗം ചെത്തി ആക്കി വൃത്തിയാക്കി എടുക്കും. പക്ഷെ ഇതിന് ഞാൻ തന്നെ വരണം.
ഇപ്പം നോക്കിയേ, നമ്മൾ ഫസ്റ്റിൽ കാണുമ്പോൾ ഇതിൻ്റെ ഇവിടെ എങ്ങനെയായിരുന്നു, ഇപ്പോൾ വേണ്ട വൃത്തിയാക്കി കഴിയുമ്പോൾ കാണാനും ഒരു ഭംഗി തന്നെയാണേ. അപ്പോൾ നോക്കി കാണുന്ന പോലെ അല്ലായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗം മാത്രം ഞാൻ വൃത്തിയാക്കിയപ്പോൾ ദേ ഇത്രയും പുല്ല് കിട്ടി. ഇനി ഇതേപോലെ തന്നെ ഇത് നമ്മുടെ പാലക്ക് ചീരയാണ് ഇവിടെ നട്ടിട്ടുള്ളത്. അതുപോലെ ഇത് നമ്മുടെ മയിൽപ്പീലി ചീരയാണ്. അപ്പോൾ നമ്മുടെ അപ്പുറത്തത് ബ്ലാത്താങ്കര ചീരയാണ്. അപ്പുറത്ത് നമ്മുടെ സുന്ദരി ചീരയാണ്. ഇനി ഈ ഒരു ഭാഗമാണ് ഫുള്ളൊന്ന് വൃത്തിയാക്കി എടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മുടെ ഇപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ സാധാരണ ചീര കേട്ടാ. നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കൊക്കെ ഇത് കാണാപ്പാടായിട്ടുണ്ടാവും. അല്ലാതെ പുതിയതായിട്ട് വരുന്നവർക്ക് കുറേ സംശയങ്ങളുണ്ട്, ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമുക്കത് കാരണം പറയണേ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ 2.5 മാസമായിട്ടുണ്ട് കേട്ടാ. ഇപ്പം ഇതിൻ്റെ ഇടയിൽ ചുവപ്പ് ചീരകൾ മുളയ്ക്കണ നോക്കിയാൽ കളയാനൊന്നും തോന്നണില്ല. ചുവപ്പ് ചീര ഞാൻ എടുത്തിട്ടുണ്ട്, പച്ചച്ചീര മാത്രമേ കളയുന്നുണ്ടോ. കണ്ടത് ഇപ്പോൾ നമ്മൾ വൃത്തിയാക്കി വരുമ്പോഴാണ്. ഇപ്പോൾ ഇവിടെ പാലക്ക് ചീര ഉണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് ഇവിടെ ഞാൻ വൃത്തിയാക്കിയപ്പോൾ നോക്കിയേ കണ്ട, പാലക്ക് ചീരയുടെ കടക്കിലേക്ക് നോക്കിയാൽ കുറേശ്ശെ മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കും ചെയ്തിട്ട് നമ്മൾ ഒന്ന് കടങ്ങനെ ഇണക്കിയിട്ടേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചുവപ്പ് ചീര ഉണ്ട്. അത് ഇങ്ങോട്ട് അവിടെ കളയണ്ട. പുല്ല് മാത്രം ഞാൻ എടുക്കുള്ളൂ കേട്ടോ. ചവറൊക്കെ അങ്ങനെ തന്നെ ഇടും. കണ്ട പുല്ല് കുടഞ്ഞെടുക്കും, ചവറൊക്കെ അതിലിടും. കാരണം നമ്മൾ ചവറ അടിച്ച് വരി കൊണ്ടിടുന്നതാണേ. ഇപ്പം നോക്കിയേ, നമ്മുടെ ഈ പാലക്ക് ചീരയുടെ ഇടവശം പുല്ലൊക്കെ ചെത്തി നല്ല വൃത്തിയാക്കി എടുത്തു കേട്ടാ. ഇനി നമ്മുടെ മയിൽപ്പീലി ചീരയുടെ ഇടയിൽ മയിൽപ്പീലി ചീര അരിയാറായിട്ടുണ്ട്. ഇതിലത്തെ ഇത് അരിഞ്ഞെടുക്കണം. ഇനി നമ്മുടെ സുന്ദരി ചീരയുടെ ഇടയിൽ ഇത്ര നേരം നമ്മൾ അതിൻ്റെ ഇടയിലത്തൊക്കെ പുല്ല് വലിക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല, വേഗം വലിക്കാൻ പറ്റിയിരുന്നു. പക്ഷെ സുന്ദരി ചീരയുടെ ഇടയിൽ അത് പറ്റില്ല കേട്ടാ. നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ആക്കണം, പെട്ടെന്ന് ചില്ലൊടിയും. അപ്പോൾ പതുക്കെ ഓരോ കടകളുള്ളത് മാത്രം വലിച്ചെടുക്കുക. ഇപ്പം ഇതാ ഇവിടത്തെ വൃത്തി. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ പറമ്പിൽ ഞാനിവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഷായട്ടിനും ഒപ്പം തന്നെ നമ്മുടെ പറമ്പിൽ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതെ ഇവിടേക്കും കണ്ട ഇതിൻ്റെ കടയൊക്കെ അതെ കളച്ച് എന്താ പറയുക പുല്ലൊക്കെ ചെത്തി ഓരോന്നിൻ്റെ കടക്കിലേക്ക് കൂട്ടി പോകുന്ന വേണ്ട. പിന്നെ ഇവിടെ എനിക്കൊരു സ്ഥലം വിട്ടിട്ടുണ്ട് ഷായിട്ട്. ഇതെന്താണെങ്കിൽ നമ്മുടെ ശരി ഞാൻ പേര് മറന്നല്ലോ ഭഗവാനെ, നമ്മുടെ വീട്ടിനാ വേർലിയും അത് ഞാൻ മുന്നൊരു ദിവസം കാട്ടി തന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ചക്ക പൊടിഞ്ഞു തുടങ്ങി എന്നുള്ളത്. അപ്പോൾ ദേ കണ്ട അടിയിലേക്കൊക്കെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഷായേട്ടനെ അത് എന്നെ ഏൽപ്പിച്ചു. കാരണം പതുക്കെ നോക്കി വയ്ക്കാൻ പറഞ്ഞിട്ട്. ഇത് നമ്മുടെ സാമ്പാർ ചിരി കേട്ടോ. സാമ്പാർ ചിരി എവിടെ ഇട്ടു അവിടെ പൊടിക്കും, നശിച്ചു പോവാത്തത് ആളാട്ടെ സാമ്പാർ ചീര. കണ്ട ഇതിപ്പോൾ ഇതിൻ്റെ കിടക്കില്ലേ, ഇതോടെ നിന്നോട്ടെ. ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ അവിടെ സാമ്പാർ ചീര. അത് തീരെ നോക്കും കൂടി വേണ്ട. സാമ്പാർ ചീരേനെ അവിടെ ഇട്ട് പോയാൽ മതി, തന്നെ വേര് പിടിച്ചോളൂ.
അങ്ങനെ ഇന്ന് ഒരുവിധം ക്ലീനിങ് ഞാൻ ഷായിട്ടിനും കൂടി ഇന്ന് അവസാനിപ്പിച്ചു കേട്ടാ. ഇനിയിപ്പോൾ എന്തിട്ടാണെങ്കിൽ അവിടെ കൂടി കുറച്ച് പുല്ലൊക്കെ വലിച്ചിട്ടുണ്ടല്ലോ, അതും അവിടെ കുറച്ച് വാരി കളയാം. ഇതെന്താന്നറിയാം, നമ്മളിപ്പോൾ ഈ വലിച്ചിട്ടുള്ളതൊക്കെ ഈ വാഴയുടെ കടക്കിൽ കൊണ്ടിരുന്നേ. ഇതിൻ്റെ മുകളിലായിട്ട് ഷായിട്ട് കുറച്ച് മണ്ണൊക്കെ ഇങ്ങനെ ചെത്തി കൂട്ടിയിടും. എന്നിട്ട് നമ്മളതിൽ പയർ നട്ടു കൊടുക്കും. നമ്മുടെ എന്താ പറയുക, എല്ലാ കൊല്ലം ഇതേപോലെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവട്ടെ, ഇതേപോലെ ഇങ്ങനെ ചെത്തി കൂട്ടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പയർ നട്ടു കൊടുക്കുന്നത്. അതിനാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. അവിടെ ഇവിടെ ഉണ്ട് കുറച്ച് പുല്ല് വലിച്ചിട്ട്. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഷായിട്ട് അവിടെ ഉണ്ട്. ഷായിട്ടിനോട് എനിക്ക് കൊള്ളി പറിച്ചു തരാൻ പറയണം. ചെറിയ വെയിലൊക്കെ ആയി തുടങ്ങി. ഇന്നത്തെ ഞങ്ങളുടെ പറമ്പിലത്തെ പണികളൊക്കെ ഞങ്ങൾ നിർത്താണ് കേട്ടോ. കൊള്ളി പറിച്ച് നമുക്ക് കയറാം. ഇത് നമ്മുടെ കോഴികൾക്ക് കൊടുക്കാം, അവർക്ക് ഇഷ്ടമാണ്. ഇത് നമ്മുടെ ബംഗാളികളൊക്കെ ഉണ്ടല്ലോ, അവർ കറി വെച്ച് കഴിക്കുന്ന സൈസ് ചീരയാട്ടത്. നമ്മൾ കഴിക്കാറില്ല, പക്ഷെ നമ്മുടെ കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്കിത് കൊടുക്കണം. പിന്നെ നോക്കിയേ, ബ്രൊക്കോളി കണ്ടാ. ബ്രൊക്കോളി ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ഇടയ്ക്കൊക്കെ ഓരോ കോഴിമുട്ടയ്ക്ക് നമ്മൾ റോസ്റ്റ് ചെയ്യുക, അങ്ങനെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ റോസ്റ്റ് ചെയ്യില്ലേ, അപ്പോൾ അതിലൊക്കെ ഇതിൻ്റെ ഇലയൊക്കെ ഇട്ട് നല്ല രസമായിട്ടാണ് കൊത്തി പൊരിക്കുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ബ്രൊക്കോളിയിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇത് കോഴികൾക്ക് ഇട്ട് കൊടുക്കട്ടെ. അയ്യോ, അതിന് മുന്നേ ഒരു കാര്യം കൂടി ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഒരു കയ്പ തന്നെ മുളച്ചിട്ടുള്ളതാണ് കണ്ടോ, ഇങ്ങനെ മുളച്ചിനൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ തണ്ണിമത്തൻ്റെ തെയ്യാട്ടാ. അപ്പം ഞാനേ ഇതിനൊരു വടി കുത്തി കൊടുക്കട്ടെ. സാധാരണ നമുക്ക് തന്നെ മുളയ്ക്കണതൊക്കെ നന്നായിട്ട് വിളവ് കിട്ടാറുണ്ട്. അപ്പോൾ ഒരു വടി എന്താ പറയുക, കുത്തി കൊടുക്കാനുള്ളൊരു കമ്പൊക്കെ എടുത്തിട്ട് വരട്ടെ. വെള്ളം കണ്ടപ്പോഴേ വെള്ളം കുടിക്കാൻ തോന്നുന്നത് നല്ല ദാഹണ്ടേ. കാരണം വലിയ വെയിലൊന്നും ഇല്ലെങ്കിലും നല്ല ചൂടും പുഴുക്കും. വെള്ളം കൊണ്ടപ്പോൾ പറമ്പിലേക്ക് ഇറങ്ങി. ഇവിടെ ഒരു പ്ലാവിൻ്റെ കൊമ്പ് ഒടിഞ്ഞത് കിടക്കുന്നുണ്ട്. ഇത് കുത്തി കൊടുക്കാം. ഇല ആദ്യം കൊഴിച്ചില്ലെങ്കിലേ പിന്നെ ഇത് അവിടെ കൊഴിയും. പിന്നെ പടരുമ്പോഴാണെങ്കിലും ആ വൃത്തിയും കിട്ടില്ല. വിചാരിച്ച പോലെയല്ല, കൊഴിയാനും ബുദ്ധിമുട്ടുണ്ട്. ഇത്രയല്ല നിന്നോട്ടെ. ഇനി എൻ്റെ കടേ നമുക്കൊന്ന് കുഴിച്ചിടേണ്ട പാകത്തിനാക്കണം. കയ്പ നന്നാവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇതിപ്പോൾ കയറി കിട്ടിയ. പിന്നെ നമ്മളിവിടെ നോക്കിയേ നമ്മുടെ പച്ചമുളക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയണ പോലെ വേപ്പ്, ഈ വേപ്പൊക്കെ തന്നെ മുളച്ച് തരണതാട്ടാ. ഇവിടെ എല്ലാവരും പറയും സ്മിത നമുക്ക് വേപ്പുണ്ടാവും ഭയങ്കര ബുദ്ധിമുട്ടെന്ന്. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, വേപ്പ് ഉണ്ടാവണ്ട. അപ്പം എന്നോട് ചോദിക്കും വേപ്പിന് എന്ത് വളം കൊടുക്കണേന്ന്. പക്ഷെ വേപ്പിന് ഇപ്പം തന്നെ മുളയ്ക്കണ വേപ്പല്ല ഇത്. അതേപോലെ നോക്കിയേ ദേ ഇതവിടെ വെച്ചിട്ടാ പോന്നാൽ മതി. ഞാൻ ഇതും കൈ പിടിച്ച് ഇങ്ങോട്ട് പോന്നു. ഇതാ ഇത്
ഒക്കെ തന്നെ മുളയ്ക്കണ വേപ്പാണ്. അപ്പോൾ വേപ്പിന് വളം എന്ന് പറയുന്നത് ഞാൻ പല വട്ടം പറയാറുണ്ട്. ഞാൻ ഒന്നിട്ട് കൊടുക്കാറില്ലേ തന്നെ മുളയ്ക്കണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി ഉണ്ടാവാത്തവർ നോക്കി നോക്കിട്ടാ നമ്മുടെ ചാള വേസ്റ്റുണ്ടല്ലോ നന്നാക്കിയത് അത് കട അതൊന്ന് ഇട്ട് കൊടുത്ത് നോക്ക്. പിന്നെ നോൺ വെജൊക്കെ കഴിക്കുക വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല വളർച്ച കിട്ടുന്നുണ്ട് കേട്ടോ. കുറേ പേർക്ക് അത് പറയുന്നുണ്ട് അങ്ങനെ കിട്ടുന്നുണ്ടെന്ന്. അപ്പം അങ്ങനെ നോക്കി നോക്കിയോളൂ. ഇത് നമുക്ക് കുത്തി കൊടുക്കാം. പിന്നെ വേറൊരു രണ്ട് കല്ലൊക്കെ ഇട്ടിട്ട് ഉറപ്പിക്കേണ്ടി വരും. മഴ പെയ്തിട്ടില്ലാതെ മണ്ണിനൊക്കെ ഒരു നനവ് ഉള്ള കാരണം ഉറപ്പില്ലാത്ത പോലെ. ഇനി ഇത് കയറിയോളൂ. ഓരോ ദിവസം വടി കുത്തി കൊടുക്കണം എന്നിങ്ങനെ വിചാരിക്കും. ഇതൊക്കെ എടുക്കണ കാണുമ്പോൾ ഇനി ഒരു പിടിച്ച് കയറിയോളൂ. ഇന്നിപ്പോൾ ഞാൻ ഷായേട്ടനോട് ഒരുമിച്ച് പറമ്പിലിറങ്ങിയ കാരണം ഷായേട്ടനും കുറേ കാര്യങ്ങൾ കഴിഞ്ഞു, എൻ്റെയും കുറേ കാര്യങ്ങൾ കഴിഞ്ഞു. പറമ്പിലിറങ്ങുമ്പോൾ അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്ത് കയറാമെന്ന് വിചാരിച്ച് ഇറങ്ങും. പക്ഷെ ചെയ്ത് വരുമ്പോൾ പിന്നെ അതുമ്പോൾ ചെയ്തൊരു നേരം ആവും കേട്ടോ. കോഴികൾക്ക് കൊടുത്തിട്ട് ഷായേട്ടനോട് പറഞ്ഞിട്ട് നമുക്ക് കൊള്ളി പറിക്കാം. നമ്മുടെ മറഡോണ ഇരിക്കണോക്കെ, മറഡോണ കല്യാണി മാത്രമേ എനിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഉറക്കാട്ടാ. മറഡോണ 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 മറഡോണ. എന്താ ഉണ്ട് വിളിക്കുമ്പോഴത്തെ സ്നേഹം. മറഡോണ ഒരു ചെറിയൊരു കഷ്ണം കൂട്ടിലുള്ളവർക്ക് കൊടുക്കാം. നമ്മളെ ഒറ്റപ്പാലത്തി കല്യാണത്തിന് വേണ്ടിയിരുന്നില്ലേ നമ്മുടെ അവിടുത്തെ കുട്ടിയുടെ സുദ്ധി, അതേപോലെ തന്നെ സബിതി നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടാ. അതന്നെ ആദ്യത്തെ വരുന്നാണ്. നമ്മളപ്പോ ഭക്ഷണമൊക്കെ ഞാൻ റെഡിയാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ അവർക്ക് ധൃതിയുണ്ട്, കാരണം കുറേ വീടുകളുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ കയറി പോവാന്ന് പറയണേ. പിന്നെ തൃശ്ശൂർക്ക് വന്നപ്പോഴേ തൃശ്ശൂർ കുറെ എക്സിബിഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ. നമ്മൾ അറിഞ്ഞിട്ടില്ല ഏട്ടാ എക്സിബിഷൻ തുടങ്ങിയത്, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവര് പറഞ്ഞപ്പോഴാ. അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് ഇത്ര പോണേ. അപ്പൊ ഭക്ഷണം കഴിക്കാൻ നിൽക്കണില്ല. നമ്മുടെ ഇവിടുത്തെ മാള് ഞങ്ങള് പോയിട്ടില്ലടാ. എല്ലാവരും ഞങ്ങള് പോയിട്ടില്ല. ഷായിട്ട് അവരോട് പോലെ പറയാ. പക്ഷെ എല്ലായിടത്തേക്ക് ആവുമ്പളേ ആകെ അതന്നെ നമുക്ക് വെയ്യാണ്ടാവും. പക്ഷെ ഒരു സൂത്രം ചെയ്യും നിങ്ങള്, ഇവിടെ മാളിലേക്കൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വരിക. അപ്പൊ ഞാൻ ഭക്ഷണം റെഡിയാക്കും. എന്നിട്ട് അത് കഴിച്ചിട്ട് വൈകിട്ട് നിങ്ങൾ എക്സിബിഷന് പോയി നോക്കിയാ. അല്ല എക്സിബിഷന് ഭയങ്കര വെയിലായിരിക്കും അവിടെ. പെട്ടെന്ന് കണ്ടിട്ട് പോവാറുണ്ട്.
അതാ നേരത്തെ പോകുന്നത്. നല്ല വെയിലാവും. നേരത്തെ ഒന്നുമില്ല, ഇപ്പൊ 12 മണിയാ പറയും. ഇനിയിപ്പോ വല്ലതും പോകാണ്ട് അവിടെ കുറച്ച് വീടുകളും കൂടി ഉണ്ട് ഇവിടെ പോണ വഴിക്ക് തന്നെ. അപ്പൊ അതോടെ കണ്ട് എല്ലാരും വീട്ടിൽ പോകാറുണ്ട്. ഒരു ഹോട്ടലിലായ സമയം ഇങ്ങനെ പോയിട്ട് വരാണെങ്കിൽ ശരിക്കും വരാം. അല്ല ഇനി പിന്നെ വരാൻ അതൊക്കെ കണക്കാ. അവിടെ എല്ലാവരും അങ്ങനെ വേണ്ടു പോകാറ്. ആദ്യം ഒന്ന് വരും, എന്നിട്ട് പിന്നെ ഒരായിട്ട് ചേച്ചിയത് പറയും. പിന്നെ ഭാവിയായിട്ട് അങ്ങടെ ക്ഷണിക്കുക പേരിടലെന്ന് പറഞ്ഞിട്ട്. കുറച്ചൊക്കെ ഇറങ്ങിയിട്ട് പോവാറുണ്ട്. ഇവിടെ അല്ലുവിനെ പാല് കൊടുക്കണം, പിണക്ക് കുട്ടിയെ കാരനെ. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അടിമണിയേ വാ പാല് കുടിച്ചോ, അല്ലു പാല് കുടിച്ചോ വാ. അയ്യോ എനിക്കിടി പണിയെ ഇഷ്ടമല്ലല്ലോ തുറന്നത്. വാ കുടിക്ക അല്ലു, അല്ലു കുടിച്ചു. എന്നാ നിക്കേ കുടിച്ചോ, കുടിക്കടി മണിയേ വാ. അല്ലു എന്നാ എന്നടി വാ കുടിക്കല്ലോ. എന്തൊരു പിണക്കാന്നറിയോ. കുടിച്ചോ എന്തോരം പറഞ്ഞിട്ടാന്നറിയോന്ന്. അവിടെ കുറച്ച് നേരം പറഞ്ഞു, പിന്നെ അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് കടന്നിരുന്നു. കുടിക്കല്ലോ. എനിക്ക് കഴിഞ്ഞ ദിവസം കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആളാണ്. സ്മിതേച്ചിയുടെ പിന്നാലെ എപ്പോഴും ഉണ്ടായിരുന്നല്ലേ നമ്മുടെ അല്ലു എന്നുള്ളത്. അല്ലുവിൻ്റെ നെഞ്ച് തകർന്നിട്ടായിരിക്കുന്നു അത്രേ. ശരിയായിരിക്കും, അവൾക്ക് അത്രയും വിഷമമുണ്ട്. അവളെടുക്കുമ്പോൾ വെയിറ്റ് കുറവാണ്. ഞാൻ അവൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. പക്ഷേ അവള് നമ്മുടെ കൂട്ടത്തിൽ കൂടെ നിൽക്കണില്ല. കാരണം അവരവിടെ 7 പേരല്ലേ. അപ്പം എല്ലാവരും ഇറങ്ങി പതുക്കെ തട്ടിപ്പൊത്തി. പക്ഷെ ഇങ്ങോർക്ക് മാത്രം ഇത്തിരി ഇറങ്ങാൻ സമയം കൂടുതല. ആൾക്ക് കൂടുതൽ ആളിനെ വേണം. നമ്മൾ നന്നായി ആട്ടി അല്ലെങ്കിൽ ഇങ്ങനെ സങ്കടം പറയും. ഇപ്പോഴും മൂളുണ്ട്. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂളി ഇരുന്നാ ഇഷ്ടമായി. എന്നുവെച്ചാൽ ഇവര് ബഹളം തന്നെ. ചില ദിവസം ഞാൻ എന്ത് ചെയ്യും, എല്ലാവരും തട്ടിപ്പൊത്തി ഉറക്കും. ഇപ്പം കിടക്കണുണ്ടല്ലോ, ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴേക്കൊന്ന് കണ്ണടയും. മൂളി പുറത്ത് ഇഷ്ടമാണേ. നമുക്കുണ്ടല്ലോ ബീഫും കൊള്ളിയും വെക്കാന്ന് ഞാൻ വിചാരിച്ചു നോക്കണത്. അപ്പൊ ഷായിട്ട് കൊള്ളി പറിക്കാൻ പോയിട്ട് പറമ്പിലേക്ക് നമുക്ക് അങ്ങോട്ട് പോവാട്ടാ. എങ്ങനത്തെ കൊള്ളിയ ഷായിട്ട്? നല്ല കൊള്ളിയാ ഷായിട്ടാ? അത് വലുതാ, വലിയ കൊള്ളിയല്ലേ? ഇത് നമ്മളെ ഒരു അവിടെ പറിക്കാറുള്ളത് നമ്മുടെ 6 മാസ കൊള്ളികളാ. ഇവിടെയാണെങ്കിൽ ഇതൊരു വർഷത്തെ കൊള്ളി. പക്ഷെ 1 വർഷത്തെ കൊള്ളിയാകുമ്പോഴില്ലേ കാത്തിരിക്കണം കുറേ നേരം. ഇത് തീരുന്നോട്ടെ ചേട്ടൻ, ഞാൻ ഫ്രീ ആകുമ്പോ കളഞ്ഞോളാം, ഒതുക്കി വയ്ക്കാം. കുഴപ്പമില്ലല്ലോ, കിട്ടാപ്പാടാ. അതെ. നമ്മള് ഇങ്ങനെ നനയ്ക്കണ കാരണം എത്ര മണ്ണിളക്കം കിട്ടണാലും ചേട്ടാ. എന്നിട്ട് വരെ മുറുക്കല്ലേ. ഒക്കെ മീതി കിടക്കുന്നുണ്ട്, അത് കാരണം കളവളും. ഇതിന് കള കൊണ്ടുണ്ട് ചെറുതായിട്ട്. നല്ല തടിയുണ്ട്. 1 വർഷത്തെ കൊള്ളിയാൻ വന്നിട്ടാന്നറിയോ കൊറേ നാളിരിക്കണം, കാത്തിരിക്കണം. പറയാ 6 മാസം കൊള്ളി നമ്മൾ വെച്ചു കൊടുത്താൽ അവിടെ ഇത്തിരി നാളെ എനിക്ക് പറിക്കാൻ ചെല്ല പോലെ തോന്നാറുണ്ട്. അയ്യോ പൊട്ടി, സൗണ്ട് ഇട്ടില്ല ചേട്ടാ? പൊട്ടുണ്ട്. പരമാവധി ഞാൻ പൊട്ടാണ്ട് എടുക്കണ്ട്. അടിപൊളി കൊള്ളി. എല്ലാ പ്രാവശ്യത്തെ പോലെ വണ്ണം കണ്ടേ കൈ പിടിച്ചു നോക്കിയേ. ഇതെന്റെ കൈ എത്തില്ലാണ്ടാ. എന്റെ ഈ സൈഡും ഇങ്ങനെ പിടിക്കുമ്പോ മുട്ടണില്ല. ഇങ്ങനെ കൊള്ളി പിടിക്കുമ്പോഴേ നോക്കിയാണ്ട എന്റെ ഈ സൈഡിൽ മുട്ടണില്ല. അതേപോലെ നോക്കി ഈ വരലിന്റെ ഈ ഭാഗത്ത് മുട്ടണില്ല. അപ്പൊ 2 കൈയും കൂടി ഇങ്ങനെ പിടിച്ചാൽ പോലും എത്തണില്ല. അത്രയും തടിയുള്ള കൊള്ളിയാട്ടാ. പിന്നെ നമ്മുടെ ഈ കൊള്ളിയുടെ അടുത്ത് നിൽക്കണതിട്ടാ നമ്മുടെ ഇതിട്ടാ ചതുരപ്പയർ. ഇത് ചതുരപ്പയറല്ല, ഇത് ജാക്ക് ബീൻസ്. എനിക്ക് എപ്പോഴും തെറ്റും. ചതുരപ്പയർ അല്ല, സോറി, ചതുരപ്പയർ വാളരിപ്പയറിന്റെ പോലെയാണ് നമ്മുടെ ജാക്ക് ബീൻസ്. ആകെ കൺഫ്യൂഷൻ ആയില്ലോ. നമ്മുടെ എന്താ പറയാ വാളരിപ്പയറ്. പിന്നെ അതേപോലെ നമ്മുടെ നോക്കിയാ ഇവിടെ അടുത്ത് നിൽക്കുന്നത് പീച്ചിങ്ങ. കണ്ട പീച്ചിങ്ങ ഇല്ലത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ നോക്കിയാൽ നമ്മുടെ കുമ്പളങ്ങ ചെരക്കയുടെ ഷേപ്പിലുണ്ടായി നോക്കണം ഈ പ്രാവശ്യം. ഇത് ആവശ്യം പറ്റിയെടുത്തോണ്ടോ, അല്ലെങ്കിൽ മോട്ടോർ വെച്ച് അടിച്ചിട്ട് ഞാൻ കഴുകിട്ട് കൊണ്ടുപോകണല്ലോ ചേട്ടാ. നമ്മള്
ഇതുവരെയൊക്കെ കളവുണ്ട് കൈക്കോട്ട് അടിപൊളി വെട്ടുവെച്ചെടുക്കും. ഞാൻ എന്തായാലും നമ്മുടെ കൊള്ളിനെ ഒന്ന് കഴുകിയിട്ട് എടുക്കാം. തെങ്ങിന്റെ കടക്കിലേക്ക് വെച്ചിട്ട് മോട്ടർ ഇടാം. നമ്മളുണ്ടല്ലോ ഇതാ ബീഫ് എടുത്തിട്ടുള്ളത് 1 കിലോ ബീഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാറ്റി എടുത്തിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്കത് നേരെ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പായാലും ഞാനിതാ ഇപ്പൊ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ പിന്നെ നമുക്ക് എപ്പോഴായാലും ഇത്തിരി കുറവ് ഇട്ടാൽ മതി. ലാസ്റ്റ് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു 4 ടീസ്പൂണിന്റെ അടുത്തേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളെ ബീഫും കൊള്ളിയും വെക്കുമ്പോഴേ ഇത്തിരി നെയ്യുള്ള ബീഫ് വെക്കണം കേട്ടോ. എങ്കിലാണ് ടേസ്റ്റ് കുറച്ച് കൂടുള്ളൂ. ഇത്തിരി നെയ്യ് മതി, കൂടുതലൊന്നും വേണ്ട. ഇതേപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മഞ്ഞപ്പൊടിയും വേപ്പിലയും ഒക്കെ ബീഫിലേക്ക് ആവേണ്ട പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുത്ത് നോക്കണേ. നമുക്കുണ്ടല്ലോ കുക്കറ് അടച്ചു വെച്ച് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് തീ കുറച്ച് വയ്ക്കാം കേട്ടാ. അതിനുശേഷം തീ കുറവിൽ ഒരു 3 വിസിൽ വന്നാൽ മതി. നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ടാവും. പിന്നെ ചില ബീഫുകള് വ്യത്യാസമൊക്കെ ഉണ്ടാവാം. അപ്പൊ നമ്മൾ അതനുസരിച്ച് വേവിച്ചൊക്കെ എടുത്തോളൂ കേട്ടാ. ബീഫ് ഇടിന്ന് വേവട്ടെ. അതിന്റെ ഒപ്പം നമ്മൾ കൊള്ളി എടുത്തിട്ടുണ്ടല്ലോ. കൊള്ളി നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് കളയാം. വെള്ളം ഊറ്റി കളയണം കേട്ടാ. ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മളിതാ കൊള്ളി കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കൊള്ളിയുടെ ഒരു 3/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ. എന്നിട്ട് ഈ കൊള്ളി ഒന്ന് ഇവിടെ തിളക്കട്ടെ. നമ്മളിപ്പോ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണില്ല കൊള്ളിയില്. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണുള്ളൂ കേട്ടാ. നമുക്കിതാ തീ കത്തിക്കാം. അപ്പൊ നമുക്കുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ബീഫും കൊള്ളിയൊക്കെ ആവണേണ്ട ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ആവശ്യമുണ്ട്. അതൊക്കെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടാ. നമ്മളുണ്ടല്ലോ നോക്കിയേ 4 സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ നോക്കി അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി കണ്ട. പിന്നെ കുറച്ച് പച്ചമുളക് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു വിസിൽ വന്നു. നമ്മളിതാ തീ കുറച്ച് വെച്ചു കേട്ടാ. ഒപ്പം നമ്മുടെ നോക്കിയേ കൊള്ളി ഇട്ടിട്ട് കൊള്ളിയും തിളച്ചിട്ടുണ്ട് കണ്ട. ഇതേപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോ നമുക്കിതാ ഒന്ന് ഇതിലത്തെ വെള്ളം ഊറ്റി കളയാം കേട്ടാ. വിസിലൊക്കെ വന്ന് ഇതിൽ ടയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം കേട്ടാ. നോക്കിയേ കാണുമ്പോ തന്നെ അറിയാം നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് നല്ല ചൂടുണ്ടായി പൊട്ടിക്ക് വേണ്ട പൊട്ടി വരുന്നുണ്ട്. അപ്പൊ ബീഫ് വെന്തിട്ടുണ്ട് കേട്ടാ. നമുക്കിത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. തീ കത്തിച്ച് നമ്മളിതാ ഒരു ചട്ടി അടപ്പത്ത് കയറ്റിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. നമുക്ക് മസാലയൊക്കെ ഒന്ന് ആവേണ്ട രീതിയിൽ അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വരട്ടെ കേട്ടാ. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നു. അപ്പൊ നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണിന്റെ അടുത്തേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം പൊട്ടി തുടങ്ങി. അപ്പൊ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ നമ്മൾ അരിഞ്ഞ് വെച്ചത്. നീളത്തിലാണ് കേട്ടോ നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞിട്ടുള്ളത്. വെളുത്തുള്ളി ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ കളറിലേക്ക് വരട്ടെ കേട്ടാ. വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നോക്കിയേ ഇതേപോലത്തെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്.
ആ സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇഞ്ചിയും അതേപോലെ തന്നെ ഒരു ചെറുതായിട്ട് നല്ലൊരു മൂത്ത് വരട്ടെ. ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നോക്കിയേ, ചെറുതായിട്ട് നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കണേ. പച്ചമുളകിന്റെ ഒപ്പം തന്നെ നമ്മളിതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. പച്ചമുളകും വേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഇതാ ചെറുതായിട്ട് നമ്മുടെ മുളകിന്റെയും അതേപോലെ തന്നെ വേപ്പിലയുടെയൊക്കെ കണ്ട അതേപോലെ ഒന്നായി വന്നിട്ടുണ്ട്. കണ്ട ചെറുതായിട്ട് ഇങ്ങനെ ഒരു പൊരിഞ്ഞ പോലെ കേട്ടാ. ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച് നമ്മുടെ സവോള ഉണ്ടല്ലോ അത് കൊടുക്കാം. സവോള നമുക്ക് ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളർ ഒക്കെ ആവണ വരെ ആക്കിയെടുക്കണം കേട്ടാ. നമ്മൾ സവോളയൊക്കെ ഇട്ടിട്ട് നോക്കി, സവോളയും ഇതേപോലെ ഇതാ കണ്ട നല്ലൊരു ഗോൾഡൻ കളറിലൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ പൊടികളൊക്കെ ഇടുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തീ ഒന്ന് കുറച്ച് വെച്ചോളൂ കേട്ടാ. നമുക്കിതാ 2 ടീസ്പൂണ് മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതാ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇതാ നന്നായിട്ട് എടുക്കുക 2 ടീസ്പൂൺ കേട്ടാ. പിന്നെ നമ്മൾ അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി ഇതാ ഒരു 1/2 ടീസ്പൂണിന്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല കേട്ടാ ഒരു 3/4 ടീസ്പൂണിന്റെ അടുത്തേക്ക്. നമുക്ക് ഈ പൊടികളിലേക്ക് ഒരു പച്ചക്കുത്ത് പോണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഇട്ടിട്ട് അതിലത്തെ ഒരു പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. നമുക്കറിയാം നല്ലൊരു മണമൊക്കെ വരും കേട്ടോ ഈ ഒരു പച്ചക്കുത്തൊക്കെ പോയി കഴിയുമ്പോൾ. അപ്പൊ നമുക്ക് അതിലേക്ക് ഇതാ കുറച്ച് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടാ. നമ്മളിതിൽ കുരുമുളക് ഇടില്ല, തക്കാളി ഇടില്ല കേട്ടാ. കാരണം നമ്മുടെ കൊള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണല്ലോ. അപ്പൊ അതനുസരിച്ച് നമ്മളിതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. ഈ സമയത്ത് നമുക്ക് തീ കൂട്ടിയേക്കാം. കാരണം നമ്മൾ പൊടികളൊക്കെ ഇട്ട സമയത്ത് തീ കുറവിലായി ഇരുട്ട വെച്ചിട്ടുണ്ടായിരുന്നേ. നന്നായി തിളക്കട്ടെ. വെള്ളമൊക്കെ തിളച്ച് നമ്മൾ അതിലേക്ക് ഉണ്ടല്ലോ ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടാ. ബീഫ് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് എന്തായാലും ഇതിൽ ഉപ്പിട്ടുണ്ട് വരൂട്ടാ. കാരണം നമ്മൾ കൊള്ളിയിൽ ഉപ്പിടാണ്ടാണ് പുഴുങ്ങിയിട്ടുള്ളത്. അപ്പൊ അതായത് പുഴുങ്ങല്ല, നമ്മൾ ഒന്ന് തിളപ്പിച്ചേക്ക് ഊറ്റി കളഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ബീഫ് ഇട്ടതിന്റെ മുകളിലേക്ക് ആയിട്ടാണ് നമ്മൾ ഇപ്പൊ കൊള്ളിട്ട് കൊടുക്കുന്നത്. കൊള്ളിക്ക് നന്നായി വെന്തതിന് ശേഷം അപ്പോഴാണ് നമ്മൾ ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടാ. കൊള്ളി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കില്ല, വെറുതെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പരത്തിക്കൊണ്ടിടും. കാരണം എന്താണെന്ന് അറിയോ, കൊള്ളി അടിയിലേക്ക് പോയാൽ പെട്ടെന്ന് ചട്ടിയായി, കാരണം അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ മുകളിൽ കിടന്ന് തിളക്കട്ടെ. നമുക്കൊന്ന് മൂടി വയ്ക്കാം. തീയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ. നമുക്കുണ്ടല്ലോ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നോക്കിയാൽ നമ്മുടെ തിളച്ചതാ കൊള്ളിക്കിതാ ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതാ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും കൂടി ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. തീ കുറവിലാണ് വെച്ച് നോക്കണം. അപ്പം നമുക്കാണെങ്കിൽ കുറച്ച് ഉള്ളിത്തണ്ട ആവശ്യമുണ്ട്. അത് നമുക്ക് അരിയാൻ പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഉള്ളിത്തണ്ട്. ഇതിൽ നിന്ന് നമ്മളിതാ കുറച്ച് കേട്ടാ. ഇത് ചെറിയ കാറ്റൊക്കെ ഉള്ള കാരണമാണ് നമ്മുടെ ഈ ഉള്ളിത്തണ്ടൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് കേട്ടാ. അപ്പം ഞാൻ നോക്കിയത് എത്രയും ഉള്ളിത്തണ്ടായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയാൽ നമ്മളിതാ ഇതേപോലെ ചെറുതാക്കി റൗണ്ടിലാണ് കേട്ടോ നമ്മളിതാ ഉള്ളിത്തണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. നമുക്കുണ്ടല്ലോ ഇതാ തുറന്നു നോക്കാം കേട്ടാ. നമ്മുടെ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ കൊള്ളിയൊക്കെ വെന്തിട്ടുണ്ട്. നല്ല പാകമായിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കണം കേട്ടാ. ചാറൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് നല്ല എന്താ പറയാ, നല്ല കുഴമ്പൻ രൂപത്തില്. അപ്പൊ ഉപ്പ് നമുക്ക് ഇത്ര അളവെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അത് നമ്മൾ ഇതേപോലെ തന്നെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മള്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ മല്ലിയില, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ കണ്ട. പിന്നെ ഈ ബീഫും കൊള്ളിയും കൂടി വെക്കുമ്പോൾ, നമ്മളിവിടെ ബീഫും കൊള്ളിയും കൂടി വെക്കുമ്പോൾ ഞാൻ
ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ബീഫ് 1 കിലോ എടുത്ത് നോക്കണേ, കൊള്ളി 1.5 കിലോ. അപ്പൊ ബീഫ് ബിരിയാണി അല്ല, കപ്പ ബിരിയാണി എന്ന് ഇതിനെ പറയും. പക്ഷെ സാധാരണ കപ്പ ബിരിയാണി വെക്കുമ്പോൾ കപ്പയ്ക്കാണ് മുൻതൂക്കം കൊടുക്കുക. കപ്പ കൂടുതലും ബീഫ് ഇടയിൽ നമുക്ക് ഓരോ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുള്ളൂ. പക്ഷെ നമ്മളിവിടെ വെച്ചിട്ടുള്ളത് കപ്പയും ബീഫും ഏതാണ്ട് ഓരോ അളവിലാട്ടാ. അപ്പോ എന്താ പറയാ, കപ്പ കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല. പിന്നെ എന്റെ വായിൽ കൊള്ളിന്ന് വരുന്നത് നമ്മളിവിടെ കപ്പ എന്നല്ല കൂടുതലും പറയാ, കൊള്ളിന്നാണ്. അതുകൊണ്ടാണ് കൊള്ളി എന്നുള്ള വാക്കും കൂടുതൽ എന്റെ വരുന്നത് കേട്ടാ. അപ്പൊ നമ്മളിതാ കുറച്ച് മല്ലിയില ഇട്ടു. പിന്നെ നമ്മള് കൊണ്ടുവന്ന നമ്മുടെ ഉള്ളിത്തണ്ട് ഉണ്ടല്ലോ, അതിതാ ഉള്ളിട്ട് കൊടുക്കാട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിനി എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഉടച്ചു കൊടുക്കാട്ടാ. ഈ മിക്സ് ചെയ്യണേലാണ് ഇതിന്റെ ടേസ്റ്റ് കൂടുതല്. ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫും കൊള്ളിയും റെഡി. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടാ. ഗ്യാസ് ഓഫ് ചെയ്യും. നോക്കിയേ, ഇതേപോലെ ഇരിക്കും. ഇനി നമുക്കുണ്ടല്ലോ ഷായറ്റിനെ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കണല്ലോ. അപ്പൊ അതിനേക്കാളും മുന്നേ ഷായറ്റിനെ ബീഫ് ഞാൻ ഇതിൽ വിളമ്പി വെക്കാട്ടാ. കാരണം നമുക്ക് ഇതിലെ വിളമ്പണേന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ അതായത് ആദ്യം നമ്മൾ ഇത്തിരി മല്ലിയില ഇടും, ചൂടോടെ തന്നെയാണ് ഇട്ടാ. കണ്ടാ, കുറച്ച് മല്ലിയില ഇടും. അതിനുശേഷം നമ്മൾ അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കും. വീണ്ടും കുറച്ച് മല്ലിയില ഇടും. വീണ്ടും നമ്മള് ബീഫ് ഇട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്തോളൂ കേട്ടാ. വീണ്ടും ഇതാ ഇത്തിരിയോളം മല്ലിയില ഇടും. മല്ലിയിലക്കൊക്കെ നല്ല പ്രത്യേകത ഉണ്ട് ഇതിലേ. ഒരു ടീസ്പൂണൊക്കെ എടുത്ത് നമുക്കിതാ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. ഇതേപോലെ അമർത്തി കൊടുത്തിട്ട് ഇതാ ഒരു ഇത്തിരിയും കൂടി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷായറ്റിനെ വിളിച്ചിട്ട് വരാം കേട്ടാ. ടീസ്പൂൺ ആദ്യം ഗസ്റ്റുകളൊക്കെ വരുന്ന ദിവസമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് പാത്രത്തിലേക്ക് ആക്കി വെച്ച രസം. ഒരു പ്രത്യേകത ഉണ്ട്, കാണുമ്പോഴാണ് ഒരു പ്രത്യേകത. എന്നിട്ട് ചട്ടപ്പുട്ട് പോലെ. അടിപൊളി തന്നെയാണ് ഇതേ. സൂപ്പർ സാധനമാട്ടോ ശരി കഴിയാൻ. ഈ മല്ലിയിലയും ഇതൊക്കെ ഇടുമ്പോഴാണ് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു രസമുണ്ട്. നമ്മൾ ഇങ്ങനെ തന്നെ കറക്റ്റായിട്ട് എടുത്ത് കഴിക്കുക. അത്ര രുചിയാ, അടിപൊളിയായിട്ടില്ല. ഈ ഞങ്ങൾക്കിത് പ്രത്യേകത ഇല്ല കേട്ടാ. എന്നിട്ട് ഞങ്ങളിത് ഇടയ്ക്ക് ആകാറുള്ളത് അത് നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടാക്കിയതാ. അത്ര രുചിയുള്ള ഭക്ഷണം. ഞാനേ ആദ്യം എപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് കോട്ടയം വശത്തേക്ക് പോകുമ്പോഴാണ് കൂടുതൽ. കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ കപ്പ ബിരിയാണി എന്ന് പറയും. കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ കപ്പിന് മെയിനായിട്ട് പേരിന് മാത്രമേ ഉണ്ടാവുള്ളൂ ഇറച്ചിയൊക്കെ. അപ്പോൾ ഞാനത് ഇവിടെ വന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മളിവിടെ ചെയ്യുമ്പോൾ ഇറച്ചി കൂടുതലിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറേ കാലമായിട്ട് നമ്മളിത് കഴിക്കുന്നതാ. അപ്പോൾ നിർത്തല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തോളാം. അത്ര രസമായിട്ടുള്ള കറീന്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടില്ല.